ആകാശവാണി ദേശീയ നാടക പരിപാടിയിൽ ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മാഞ്ഞുപോയ സിന്ദൂരം. മൂല ഹിന്ദി കഥ പ്രഭാത് സിംഗ് പാലി. റേഡിയോ നാടകരൂപം വിനോദ് കുമാർ. മലയാള പരിഭാഷ സത്യനാഥ് രാമനാട്ടുകര. സംവിധാനം മാത്യു ജോസഫ്. ശബ്ദം നൽകുന്നവർ രാജഗോപാലൻ കാരപ്പറ്റ, അബ്ദുള്ള നന്മണ്ട, നീരജ ജോൺ, പി വിജയലക്ഷ്മി, ഉഷ നാരായണൻ, ഇ കെ ശീതൽ രാജ്, വി വി ബിനു വെള്ളന്നൂർ, ശ്രീപ്രസാദ് തൃക്കുറ്റിശ്ശേരി, എം സി പ്രേമകുമാരി, കാഞ്ചന മഠത്തിൽ, ശ്രീവല്ലി ഗണേഷ്, അഞ്ജു എസ്, ഇൻഷാസിയ. ഒപ്പം നിലയാംഗങ്ങളും. മാഞ്ഞുപോയ സിന്ദൂരം. അൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു. 50 വർഷം. അന്ന് എനിക്ക് ഇതേ സാരി തന്നെ, ഇതേ താലി എവിടെ? താലി ഇങ്ങോട്ട് എടുക്കൂ. വരണത് അങ്ങോട്ട് വാങ്ങിക്കോളൂ. കെട്ടിക്കോളൂ കെട്ടിക്കോളൂ. എന്താ കയ്യിലൊരു വിറ കഴിഞ്ഞില്ലേ? ആ കുളത്തൊക്കെ എന്നാണ് ശരിക്കും ആക്കി കൊടുക്കൂട്ടോ. അവിടെ പിന്നിലുള്ള എണീറ്റ് രണ്ടുപേരും എണീറ്റ് ആ മാല എടുത്തു. വധുവിന്റെ അച്ഛൻ ആ മാല എടുത്തിട്ട്
യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1405 ഗുവാഹട്ടിയിൽ നിന്നും അലഹബാദ് അലിഗഡ് വഴി ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ബ്രഹ്മപുത്ര മെയിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നുകൊണ്ടിരിക്കുന്നു. യുവർ അറ്റൻഷൻ പ്ലീസ്. ട്രെയിൻ നമ്പർ 1405 Brahmaputra Mail from Guwahati to New Delhi via Allahabad and Aligarh is coming on platform number 2. यात्रियों कृपया ബാഗൊക്കെ എടുത്തോട്ടോ, എല്ലാം എടുക്കുക, എണ്ണി നോക്കണേ. ഇങ്ങോട്ട് പോലെ മോളെ ഇങ്ങോട്ട് കുട്ടികൾക്കോ ഒരുമിച്ച് വെച്ചാൽ മതി. കാപ്പിക്ക് ഫ്ലാസ്കിൽ വാങ്ങിയാൽ മതി. 2 കാപ്പി. ശോഭ ചേച്ചിയുടെ കൈ പിടിച്ചോ. പട്ടുസാരിയൊക്കെ ചുറ്റി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചേച്ചിയുടെ കാര്യം ഞാൻ ഏച്ചു. നമ്മുടെ ബോഗി ഏതാച്ചാ? നോക്കട്ടെ, ഇത് S3, ഇവിടുന്ന് 3ാമത്തെ ബോഗി S5, പിന്നെ S6. വന്നാട്ടെ സൂക്ഷിക്കണേ മോളെ, ഓടണ്ട, സമയമുണ്ട്. അച്ഛാ, ഞാനേ മാമന്റെയും കൂടാട്ടായിരിക്ക. അയ്യേ, നിർമ്മലക്കുട്ടി വെറുതെ വാശി പിടിക്കരുത് മോളെ. അച്ഛന്റെ കൂടെ ഇരുന്നാ മതി. നല്ല കുട്ടിയല്ലേ. വേണ്ട, എനിക്ക് മാമിന്റെ കൂടെ തന്നെ ഇരിക്കണം. വീട്ടിലെത്തിയിട്ടേ മോളെ മാമിയുടെ ദേഹത്ത് വെച്ച് കെട്ടിത്തരാം. പിന്നെ മാമി എവിടെയൊക്കെ പോവോ അവിടെയൊക്കെ നെമ്മിക്കുട്ടിയും പോവും. എന്താ അതുപോലെ? അത് മതി. ഹലോ മിസ്റ്റർ കമൽ. ഏട്ടോ, കൊച്ചേട്ടോ, ഒന്ന് നിന്ന്. എന്താടി? നല്ല കക്ഷിയാ. കല്യാണം കഴിഞ്ഞ എങ്ങനെയാ വേണ്ടേ? ഏടത്തിയമ്മയുടെ കൈയും പിടിച്ചേ വന്നേ ഞങ്ങളുടെ കൂടെ. ശരി മാഡം, വരൂ, ഞാൻ കൈ പിടിക്കണം. അയ്യോ വേണ്ടെന്നേ, നടന്നോളൂ, ഞാൻ വന്നോളാം. ദേ കണ്ടോ, ഇവിടെ ഒരാൾക്ക് കൈ പിടിച്ച് നടക്കാൻ എന്താ ഒരു ധൃതി. പോടാ. ഇത് തന്നെ നമ്മുടെ കോച്ച്. രജനി, കേറുമ്പോ സൂക്ഷിക്കണേ, തടഞ്ഞു വീഴണ്ട. ഇല്ല, അടുത്ത 2 കഴിഞ്ഞിട്ട് അപ്പുറം. എല്ലാരും കേറിയോ? കാല് സാരി പിടിച്ചോളെ. എല്ലാരും വരിക, ഇങ്ങോട്ട് വരും. ഈ കോച്ചിൽ 9 തൊട്ട് 38 വരെ നമ്മുടെയാ. നമ്പറൊന്നും നോക്കണ്ട, എവിടെ വേണമെങ്കിലും ഇരുന്നോ. കമൽ, നീയും രജനിയും ഇതാ ഈ ബെർത്തുകളെടുത്തോ. ജനലിനടുത്ത്. ബാത്റൂമിൽ പോകാനും അധികം നടക്കണ്ട. ഓ ശരി. അവർക്ക് എന്തിനാ ജനലിനടുത്ത് സീറ്റ്? പെണ്ണ് തുടങ്ങി. അത്രയ്ക്ക് അങ്ങോട്ട് സൂയിക്കണ്ടേ. അവിടെ ഞാനും നിമ്മിക്കുട്ടിയാണ് ഇരിക്കാൻ പോണേ. ഇല്ല മോളെ? ഞാൻ എന്റെ മാമിന്റെ അടുത്തായിരിക്ക. അയ്യേ, ചമ്മിപ്പോയി. ഓ ചിരിച്ചോ. കൊച്ചേട്ടന്റെ കാര്യം കട്ട പോകയാ. മോള് പറഞ്ഞത് കേട്ടല്ലോ. ഒന്ന് മെല്ലെ പറയടി, അച്ഛൻ കേക്കും. ഓ, ഞാനത് കണ്ടില്ല. ഏതെങ്കിലും ശോഭേ,
നിന്റെ കൊച്ചേട്ടൻ ഇപ്പൊ നമ്മളെ ഒന്നും ഒരു മൈൻഡില്ല. നോക്ക എന്താ ഉഷാറ്. ഷട്ടർ വെക്കണ്, കുഷ്യൻ താഴ്ത്തിയിടണ്, ബെർത്ത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നു. ആഹാ, നമുക്ക് ബെർത്ത് കിട്ടിയോ? എവിടെയാ ഇരിക്കണേ? ഒരു ചോദ്യമില്ല. ഒന്ന് വിടടാ, കൊറേ നേരായി നീ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നാട്ടിൽ ചെല്ലട്ടെ. ശരി ശരി, വിട്ടേക്ക്. ഇനി ആരും എന്റെ കൊച്ചേട്ടനെ ഉപദ്രവിക്കരുത്. അവര് ഉറങ്ങിക്കോട്ടെ, പാവങ്ങള്. കേട്ടല്ലോ? താങ്ക് യു മൈ ഡിയർ പ്യാരി സിസ്റ്റർ. നിനക്ക് ബുദ്ധിയുണ്ട്. അതിന് പെങ്ങളെ, രാത്രി മുഴുവൻ ബാക്കി കിടക്കല്ലേ ഇങ്ങനെ? കൂട്ടുകാരൊക്കെ മറന്നു പെരുമാറണോ? അത്രയല്ലേ ഈ പാവം ഞാൻ ചോദിച്ചുള്ളൂ. അതിനാണ് ഭീഷണി. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? രജനി, ഉറക്കം വരുന്നില്ലേ? ഇല്ല. കൊറേ നേരായില്ലേ? എല്ലാരും നല്ല ഉറക്കായി. ഉറങ്ങിക്കോളൂ. ഉറക്കം വരണില്ല. അലിഗഡ് എത്തിയെന്ന് തോന്നുന്നു. രജനിക്ക് ചായ വേണോ? വേണ്ട, വേണമെങ്കിൽ കുടിച്ചോളൂ കേട്ടോ. എനിക്ക് വേണ്ട. രജനി, നീ ശരി. ഒന്നുമില്ല. എനിക്കറിയാം എന്താ ചിന്തിക്കണേന്ന്. എന്നാ പറയൂ. ഇതൊക്കെ തന്നെ രജനി. വീട്ടിലെല്ലാവരും, ഞാൻ ഉൾപ്പെടെ
നിന്നെ സ്നേഹത്തോടെ കരുതലോടെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കും. ഞാൻ ഉറപ്പു തരുന്നു. ഒരുപാട് ഉപദേശങ്ങൾ നിനക്ക് കിട്ടിയിരിക്കില്ലേ? അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കർത്തവ്യം, കടമ, സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ എല്ലാം ഷെയർ ചെയ്യണം ഇല്ലേ? എല്ലാം വേണ്ടതല്ലേ, നല്ല കാര്യങ്ങളല്ലേ? അതെ, എന്താ സംശയം? എന്നാല് മോളൊരു സത്യം ചെയ്. എന്നെ പിടിച്ചൊരു സത്യം ചെയ്. എന്താണ് സത്യം ചെയ്യേണ്ടത്? വേണ്ട, ഏട്ടൻ പറയണ്ട, ഞാൻ പറയാം. ഏട്ടനാണ് എന്റെ എല്ലാം. ഏട്ടന്റെ കുടുംബം എന്റെയും സ്വന്തം കുടുംബമാണ്. അയ്യേ, ഇതൊക്കെ വേറെ സാധാ ഡയലോഗ്. എന്നാൽ ഞാൻ പറയാം. പറയുന്നതിലല്ലോ ഏട്ടാ, പ്രവർത്തിക്കുന്നതിലല്ലേ എല്ലാം. ഏട്ടാ, സുഖത്തിലായാലും ദുഃഖത്തിലായാലും എന്നും ഈ രജനി ഏട്ടനൊപ്പം ഉണ്ടാവും. ഒരു പരാതിയില്ലാതെ ഒരിക്കലും എന്റെ ഏട്ടനെ മറന്ന് ഞാൻ ഒന്നും ചെയ്യില്ല, ഒരിക്കലും. ഉറപ്പല്ലേ? ഉറപ്പ്. ഇത് രജനിയുടെ വാക്ക്. ഇനി ഏട്ടൻ. ഞാനിപ്പോ എന്താ പറയാ? ഇല്ല രജനി, ഒരിക്കലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല, നിന്നെ സങ്കടപ്പെടുത്തില്ല, നിന്നെ ഉപേക്ഷിച്ചു പോവില്ല. സത്യം? ഇത് സത്യം, സത്യം, സത്യം. അയ്യോ 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 അമ്മേ, അയ്യോ 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 അമ്മേ. കരയണ്ട കരയണ്ട, ഞാൻ ഡോക്ടറാണ്. അയ്യോ എനിക്ക് വയ്യ ഡോക്ടറെ, എന്റെ അമ്മോ എനിക്ക് വയ്യ. അയ്യോ എന്റെ അമ്മേ, ഈ വേദന എനിക്ക് സഹിക്കാൻ വയ്യത്. അയ്യോ എന്റെ അമ്മ, അയ്യോ എന്നെ എന്തെങ്കിലും ചെയ്യേ. അയ്യോ 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 എന്റെ കാലെവിടെ, എന്റെ കാലെവിടെ. എനിക്ക് കാലില്ല. അയ്യോ ഡോക്ടറെ, എനിക്ക് കാലില്ല. അമ്മ അമ്മ ഞാനിപ്പോ ചാവും. പേടിക്കണ്ട പേടിക്കണ്ട, ഞാനൊരു ഇഞ്ചക്ഷൻ തരാം, വേദന കുറയും. ഓ മൈ ഗോഡ്, സ്ട്രെച്ചർ എവിടെ? മൂവ് മൂവ് അർജന്റ്, ഇയാളെ ആംബുലൻസിൽ കയറ്റ്. സ്ട്രേറ്റ് ടു തിയേറ്റർ. എക്സസീവ് ബ്ലീഡിംഗ്, രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗോ, കം ഓൺ ഫാസ്റ്റ്. സാറേ സാറേ, അവിടെ ഒരാളുണ്ട്, വിളിച്ചിട്ട് മിണ്ടുന്നില്ല, ബോധമില്ലാതെ തോന്നണം. പ്ലീസ് ഒന്ന് നോക്കൂ. എവിടെ? കം ഓൺ, ഒരു സ്ട്രെച്ചർ കൂടി. ടുക്ക് ടുക്ക്. ദേവരാജി, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊന്നുമില്ല. പങ്കജ്, ശോഭ, ആർക്കും കുഴപ്പമില്ലല്ലോ? ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇനിയും ഉണ്ടല്ലോ കുറെ പേര് നമ്മുടെ പാർട്ടിയില്. പങ്കജ്, ഒന്ന് പോയി നോക്ക്, ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായി എന്ന് നോക്ക്. വേഗം ചെല്ലും പോലെ. അയ്യോ, കമലും രജനി എവിടെ? അവരെ കണ്ടില്ലല്ലോ. അയ്യോ, ഒന്ന് വേഗം പോയി തരേ. ഞാൻ പോവാണ് അച്ഛാ, ഞാൻ പോവാണ്. ഈശ്വര ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താണ് പറ്റിയത്?
അയ്യോ ഈശ്വര, ആർക്കും ഒന്നും പറ്റരുത്. ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. നിങ്ങൾ ആരെങ്കിലും ഒരു വരനെ മധുവിനെ കണ്ടോ കല്യാണ വേഷത്തില്? ഇല്ലല്ലോ ചേട്ടാ, ഇതുവരെ അങ്ങനെ ആരെയും കണ്ടില്ല. കയറ്റിവരിൽ അങ്ങനെ ആരെയും കണ്ടില്ല. ബോഗിക്കുള്ളിൽ അകപ്പെട്ടവരെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. കുറെ പേര് ഇപ്പോഴും അകത്ത് കുടുങ്ങി കിടപ്പുണ്ട്. ചിലരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് ചിലര്. ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കല്യാണ പെണ്ണും ചെക്കനും അകത്തുണ്ടാവും. ഒന്നും സംഭവിച്ചിരിക്കില്ല, ധൈര്യമായിട്ടിരിക്കൂ. അയ്യോ, ഒന്ന് ഞങ്ങളെ സഹായിക്കണം, അവനെ ഒന്ന് കണ്ടുപിടിച്ചു തരണം. നമുക്ക് നോക്കാം, പേടിക്കണ്ട. ഓക്കെ. ചേട്ടാ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. അതാ അവിടെ ആ കല്ലുമലി ഇരുന്ന് കരയുന്നുണ്ട്. ആള് കല്യാണ വേഷത്തിലാണ്. കണ്ടപ്പോ ഞാൻ ഓടി വന്നതാ. അതാ നേരെ പോയാ മതി, അവിടെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്, കാണാം. അച്ഛന്റെ കാമല എവിടെ? അച്ഛന്റെ ഞാൻ കൊറേ തിരഞ്ഞു, കൊറേ വിളിച്ചു, കേൾക്കണില്ലല്ലോ അച്ഛ. ഒന്ന് തിരഞ്ഞു നോക്കച്ച, എനിക്ക് എന്റെ ഏട്ടനെ കാണണം, ഇപ്പൊ തന്നെ കാണണം അച്ഛ. പ്ലീസ് അച്ഛ. എന്നിട്ട് കാണണില്ലല്ലോ അച്ഛ. എവിടെ അച്ഛ എന്റെ ഏട്ടൻ? എന്താ പറ്റി എന്റെ ഏട്ടന്? കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അന്വേഷിക്കുന്നുണ്ട്, കുറെ പേര് വണ്ടിയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് മോളെ. ആൾക്കാര് അവരെ പുറത്തെത്തിച്ചോണ്ടിരിക്കുക. പേടിക്കാനൊന്നുമില്ലാതാ പറയുന്നത്. ചിലപ്പോ അവര് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. മോള് വാ, ഞാനിവിടെ തന്നെ ഇരിക്കാം. ചിലപ്പോ ഏട്ടന് മുറിവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ, എന്നെ തെരഞ്ഞു നടക്കണുണ്ടോ? ഇവിടെ കുറച്ച് വെളിച്ചുണ്ടല്ലോ, പെട്ടെന്ന് കാണാം. അച്ഛൻ പോയി നോക്കും, ഞാനിവിടെ ഇരിക്കാം, ഞാനിവിടെ ഇരുന്നോളാം. പങ്കജ് പോയിട്ടുണ്ട് മോളെ. അവൻ വല്ല വിവരമായിട്ട് വരും, വരാണ്ടിരിക്കൂല. നീ ശോഭയുടെ അടുത്ത് പോയിരിക്കും, അവരൊക്കെ അവരുണ്ട്. മോളെ കൈ പിടിച്ചോ. മാമി, വെള്ളം വേണോ? അയ്യോ, എന്റെ ഏട്ടനെ കണ്ടില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കവളെ. ചേച്ചി കണ്ടോ? ഏട്ടനെ കണ്ടോ? ഇല്ലേ? പറയൂ ശോഭ, എവിടെ പോയി നമ്മുടെ ഏട്ടൻ? ഞങ്ങൾ രണ്ടും ഒരേ കമ്പാർട്ട്മെന്റില് അടുത്തിരിക്കുകയായിരുന്നല്ലോ. എനിക്ക് ഒന്നും പറ്റിയില്ല. പക്ഷെ എന്റെ കൊച്ചേട്ടൻ എവിടെ? പറയൂ ശോഭ, എന്താ പറ്റിയത് എന്റെ ഏട്ടന്? മോളെ നിമ്മി, പറയൂ മോളെ, മോള് കണ്ടോ മാമനെ? അച്ഛ ഒന്ന് പറ അച്ഛ, എന്താ പറ്റിയ എന്റെ ഏട്ടന്? അയ്യോ, ആരൊന്നും പറയണില്ലല്ലോ. അച്ഛാ, ഒന്നിങ്ങോട്ട് വരും, ഒന്നിങ്ങോട്ട് ഓടി വരും. ഇവരെ ശ്രദ്ധിച്ചോളേ, ഞാൻ ഇപ്പൊ വരാം. ഈശ്വര, ഒന്ന് വേഗം വരൂ അച്ഛാ. ഒന്ന് വേഗം കാണുന്നില്ലല്ലോ ഭഗവാനെ. ഒന്ന് വേഗം വരൂ. എന്താ
എന്താ മോനെ? അവിടെ അവിടെ പോയി നോക്കച്ച. എവിടെ? അവിടെ എന്താ മോനെ? എന്താ? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരന്റെ. ആള് കല്യാണ വേഷത്തിലാണ്. അയ്യോ, അയ്യോ, കമൽ 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 കമൽ, എന്റെ പൊന്നനിയ, നിനക്കൊന്നുമില്ലടാ. കണ്ണു തുറക്കടാ. നിന്റെ ഏട്ടനാടാ വിളിക്കുന്നത്. എണീക്കടാ, എണീക്കടാ മോനെ, എണീക്ക്. എന്താ വലിയേട്ടാ? അയ്യോ, എന്റെ ഏട്ടൻ. ഏട്ടാ, കൊച്ചേട്ടാ. ചേച്ചി. ചേച്ചി. ഇത് വീഴാൻ പോണല്ലോ. അയ്യോ, പിടിക്ക പിടിക്ക പിടിക്ക. ഒന്ന് പിടിച്ചു. അലകറക്കം വന്നാ തോന്നുന്നു. പിടിക്ക് പിടിക്ക്. അങ്ങോട്ട് കിടത്തി. ഓക്കെ. ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ബ്രഹ്മപുത്ര മെയിൽ പാളം തെറ്റി. മരണസംഖ്യ 100 കവിഞ്ഞെന്ന് പ്രാഥമിക റിപ്പോർട്ട്. അപകട കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷന് സർക്കാർ ഉത്തരവ്. ഇന്ന് പുലർച്ചെ 2:35 ഗുവാഹട്ടിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ബ്രഹ്മപുത്ര മെയിൽ അലിഗഡിനടുത്ത് വെച്ച് പാളം തെറ്റുകയാണുണ്ടായത്. മുൻവശത്തെ 3 ബോഗികളും നിശ്ശേഷം തകർന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. ഡൽഹിയിലേക്ക് പോകുന്ന ഒരു വിവാഹ പാർട്ടിയിൽപ്പെട്ട വരൻ ഉൾപ്പെടെയുള്ള 24 പേരും മരിച്ചവരിൽപ്പെടുന്നു. പരിക്ക് പറ്റിയവരെ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി സമീപത്തെ മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ, പോലീസ്, ഡോക്ടർമാർ എന്നിവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകി. അട്ടിമറിയുടെ സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞത്. പങ്കജ്, നീ രജനിയുടെ വീട്ടിലേക്കൊന്ന് വിളിക്ക്. അച്ഛാ, അത് എനിക്കത് പറയാൻ വയ്യ അച്ഛാ. വേണ്ട, ഞാൻ സംസാരിച്ചോളാം. നീ ഡയൽ ചെയ്യ്. ഇതാ ബെല്ലടിക്കുന്നുണ്ട്. ഹലോ 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 ഹലോ, ഞാനാ ദേവരാജൻ. ഇപ്പൊ നിങ്ങൾ എവിടെയാ ഉള്ളത്? അതെ, അലിഗഡിൽ തന്നെയാ ഉള്ളത്. അലിഗഡിൽ നിന്ന് കുറച്ച് ദൂരെ. ഏകദേശം ഒരു അരമണിക്കൂർ വഴിയുണ്ടാവും. ഓ, ഞങ്ങളിതാ ഇപ്പൊ പുറപ്പെടുകയാണ്. ഉടനെ എത്താം, എത്രയും പെട്ടെന്ന് എത്താം. ഓ, അത് പറയാനാ വിളിച്ചത്. ഇങ്ങോട്ട് വന്നിട്ടിനി കാര്യമില്ല. അതെന്താ? അതെ, എല്ലാം കഴിഞ്ഞു. വരുന്നുണ്ടെങ്കിൽ നേരെ ഡൽഹിയിലേക്ക് വന്നാ മതി. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. അയ്യോ അമ്മേ. സിസ്റ്ററെ, ആ പേഷ്യന്റ് ഗുളിക കൊടുത്തോ? യെസ് ഡോക്ടർ. യെസ് കൊടുത്തിട്ടുണ്ട്. അവരിങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ കൊടുത്തോ. അയ്യോ, മെല്ലെ 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 മെല്ലെ.
മലപിടി. നിങ്ങൾ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? ഒന്ന് മാറ്, ഡോക്ടർ ഒന്ന് നോക്കിക്കോട്ടെ. അയ്യോ ഡോക്ടറെ, എന്തെങ്കിലും ചെയ്യേ. അയ്യോ അയ്യോ, വേദന സഹിക്കാൻ പറ്റണില്ല. അയ്യോ അമ്മേ. ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, അതിന് ദൈവത്തോട് നന്ദി പറയേ. ഡോക്ടർ വരും. ഡോക്ടറും ഒരു മനുഷ്യനല്ലേ. ഇതിന് വലിയ കേസാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മാറ് മാറ്, ഈ ട്രോളി ഒന്ന് അങ്ങോട്ട് പൊയ്ക്കോട്ടെ. രജനി നോക്ക്. രജനി, നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ, ഒരു കൽപ്രതിമ പോലെ? എല്ലാം നശിച്ച് കമൽ അവൻ പോയി മോളെ. നമ്മളെയൊക്കെ വിട്ട് അവൻ പോയി. ഇല്ല, അച്ഛൻ കളവ് പറയാ. എങ്ങനെ പോവാ? എന്നോട് സത്യം ചെയ്ത് പറഞ്ഞതാ, ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല. പിന്നെ എങ്ങനെയാ പോവാ? പിന്നെ എങ്ങനെയാ പോവാ അച്ഛാ? വിട്ടു പോവോ? എന്റെ ഏട്ടൻ വിട്ടു പോവോ? മാമി കാര്യല്ല മാമി എഴുന്നേൽക്ക് മാമി. അയ്യോ തല ചുറ്റുന്നു. അയ്യോ ഡോക്ടർ സാർ, അയ്യോ ഒന്ന് നോക്കണേ, ഒന്ന് ഇവിടെ വരണേ. അയ്യോ പ്ലീസ് ഡോക്ടർ. എന്താ ഷീ ജസ്റ്റ് ഫെയിന്റഡ് ഡോക്ടർ. നോക്കട്ടെ, ഇതാ മാരേജ് പാർട്ടി അല്ലേ? ബ്രൈഡ്. നത്തിങ് ടു വറി. സാരില്ല, മനസ്സിന് വല്ലാത്ത ഷോക്ക് തട്ടിയിട്ടുണ്ട്, അതിന്റെയാ. പേടിക്കണ്ട, വെള്ളം കുടിക്കട്ടെ, പിന്നെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കൂ. ശോഭേ, മോൾ എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം വാങ്ങിക്കൊണ്ടുവാ, വേഗം വാങ്ങിക്കൊണ്ടുവാ മോളെ. ബോധം പോയെങ്കിലേ നന്നായി പോയി. ചത്തിട്ടൊന്നും ഇല്ലല്ലോ, കാലി കെട്ടിയിട്ടേ. അപ്പോഴേക്കും എന്റെ കൊച്ചേട്ടനെ കൊന്നു നിന്ന് നാശം. എന്തിനാ ഇനി വിളി ജീവിച്ചിരിക്കുന്നേ? പങ്കജ്, നീ കുറച്ച് വെള്ളം വാങ്ങിക്കൊണ്ടുവാ വേഗം. ഇപ്പൊ കൊണ്ടുവരാച്ചാ, ഇപ്പൊ കൊണ്ടുവരാം. കേട്ടില്ലേ അവര് പറഞ്ഞത്? എല്ലാവരുടെയും ശവദാഹം നാളെ ഇവിടെ വെച്ച് ഒന്നിച്ച് നടത്തുവെന്നാ. അതിനുശേഷം ഡൽഹിക്ക് പോയിക്കൊള്ളാൻ. അതല്ലേ അതിന്റെ ഒരു ശരി. അതിൽ തെറ്റൊന്നുമില്ല. റെയിൽവേക്കാര് പറഞ്ഞത് മറ്റന്നാൾ രാവിലെ ഒരു സ്പെഷ്യൽ വണ്ടി ഡൽഹിക്ക് ഇടുന്നുണ്ടെന്ന്. മുറിവ് പറ്റിയവർക്കും ബാക്കിയുള്ളവർക്കും എല്ലാം പോവാം. നാളത്തെ കൊണ്ട് നിയമപരമായിട്ടുള്ള നൂലാമാലകളൊക്കെ തീരും. മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നാളെ കിട്ടും. പിന്നെ കണ്ടെടുത്ത സാധനങ്ങൾ തിരിച്ചു കിട്ടും. നഷ്ടപ്പെട്ട സാധനങ്ങളുടെ ലിസ്റ്റും ഉണ്ടാവും. കടമ്പകൾ ഏറെ ഉണ്ടേ. മോളെ, നിന്റെ ആഭരണങ്ങളൊക്കെ അഴിച്ചു കൊടുക്കുക. ഇനി മോൾ അതൊന്നും ഇടാൻ പാടില്ല. ശോഭേ, അതൊക്കെ വാങ്ങിവെക്ക്. പിന്നെ ഇന്ന് തൊട്ട് മോളിത്തരം സാരിയൊന്നും ഉടുക്കരുത്. വെള്ള വസ്ത്രം മാത്രമേ ധരിക്കാവൂ. നെറ്റിയില് സിന്ദൂരൊന്നും മോളിനെ അണിയാൻ പാടില്ല. അതെ, ഇതൊക്കെ നമ്മുടെ സമുദായത്തിന്റെ ഓരോ നമുക്കറിയാലോ. ഇങ്ങോട്ട് താ. കൊടുക്കുമോളെ. കരയല്ലേ മാമി? എന്താ എന്റെ മാമിക്ക് പറ്റിയത്? എന്തിനാ എപ്പോഴും ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല മോളെ. മാമി മിനിയാന്ന് തൊട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അതിന്റെ ക്ഷീണ. ഭക്ഷണം കഴിച്ചാ ഒക്കെ ശരിയായിക്കോളും. ശോഭ, അവൾക്ക് എന്തെങ്കിലും കൊടുക്ക്. അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്ക്. പിന്നെ കഴിപ്പിക്കുന്നു. വന്നപ്പോഴേക്കും എന്റെ കൊച്ചേട്ടനെ കൊന്നെത്തുന്ന രാക്ഷസിയായി. അവളെ ഞാൻ ഇനി തീറ്റിക്കണം അല്ലേ? എന്നെ കൊണ്ടൊന്നും വയ്യ. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ.
അച്ഛൻ മാമിക്ക് ചായ കൊടുത്തയച്ചിട്ടുണ്ട്, ബിസ്ക്കറ്റും ഉണ്ട്. കഴിക്ക് മാമി, എന്തെങ്കിലും കഴിക്ക്. എന്റെ പുന്നാര മാമിയല്ലേ, കരിയല്ലേ. മോളെ രജനി, നിന്റെ അച്ഛന്റെ ഫോണുണ്ടായിരുന്നു. അവര് ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. നമ്മളും മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തും. പങ്കജ് നിന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കും. ഇല്ല, ഞാൻ പോവില്ല. നോക്ക് രജനി, അച്ഛൻ പറഞ്ഞതാണ് ശരി. അതേ ഇനിയൊരു മാർഗമുള്ളൂ. സംഭവിച്ചതൊക്കെ വലിയ അനർത്ഥങ്ങൾ തന്നെ. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് ബാക്കി ജീവിതം ജീവിച്ചു തീർത്തല്ലേ പറ്റൂ. മോളെ നോക്ക് മോളെ, നിനക്ക് ചെറുപ്പാ, കൊച്ചുകുട്ടി. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി സമാധാനിക്ക്. കുറച്ച് ദിവസോ മാസോ അല്ലെങ്കിൽ വർഷമോ കഴിഞ്ഞാൽ ഈ സങ്കടമൊക്കെ മാറും. മോള് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിക്കും. ഇല്ല, അങ്ങനെ പറയരുത്. അല്ലേട്ടാ, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞയക്കല്ലേ. എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. അച്ഛാ, എന്നോട് പോവാൻ പറയരുത്. എനിക്ക് പോകാനാവില്ല. ഞാൻ ഏട്ടന് വാക്ക് കൊടുത്തതാ, സുഖത്തിലായാലും ദുഃഖത്തിലായാലും കൂടെ ഉണ്ടാവുമെന്ന്. ഏട്ടന്റെ വീടാണിനി എന്റെ വീടെന്ന്. ഞാൻ നിങ്ങളുടെ കാൽ കീഴ് ജീവിച്ചോളാം. എന്നെ ആ വീട്ടിലെ ഒരു വേലക്കാരിയായി മാത്രം കണ്ടാ മതി. ജീവിതകാലം മുഴുവൻ നിങ്ങളെ സേവിച്ച് ഞാൻ കഴിഞ്ഞോളാം. എനിക്ക് മറ്റൊന്നും വേണ്ട. അതൊന്നും നടക്കില്ല എന്റെ മോളെ. അങ്ങനെ ഒരു ജീവിതം എവറസ്റ്റ് പോലെ ഉയരം കൂടിയൊരു മലയാണത്. നിന്നെ കൊണ്ടത് സാധ്യമായെന്ന് വരില്ല. രജനി, അച്ഛൻ പറയുന്നത് കേൾക്കൂ. നീ ഒരു കൊച്ചു കുട്ടിയാണ്. അറിവില്ലായ്മ കൊണ്ട്, ഇപ്പോഴത്തെ സങ്കടം കൊണ്ട് പറയുന്നതാണ്. കുറെ കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അന്ന് നീ ബുദ്ധിമുട്ടും, ദുഃഖിക്കും. ഇതൊക്കെ ലോകസാധാരണമാണ് കുട്ടി. നമുക്ക് വരുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും വലിയ കാര്യം. നിന്റെ ജീവിതം നശിപ്പിക്കരുത്. അച്ഛനും ഏട്ടനും പറയുന്നത് അനുസരിക്കും. നിന്റെ വീട്ടുകാരും ഇത് തന്നെ പറയൂ. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ പോവില്ല. അച്ഛാ, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് ഭർത്താവിന്റെ വീടാണ് സ്വന്തം വീട്. വീട്ടിൽ നിന്നിറങ്ങിയ അവിടെ ചെന്ന് ചേരേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. ഞാൻ ആദ്യം എന്റെ ഭർത്താവിന്റെ വീട്ടിലൊന്ന് ചെന്ന് കയറട്ടെ. എന്നെ ആദ്യം അങ്ങോട്ടൊന്ന് കൊണ്ടുപോകും. അതിനുശേഷം നമുക്ക് ആലോചിച്ചാ പോരെ. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഞാൻ ആദ്യം എന്റെ വീട്ടില്, എന്റെ ഭർത്താവിന്റെ വീട്ടിലൊന്ന് എത്തിക്കോട്ടെ. എനിക്ക് അവകാശപ്പെട്ട എന്റെ സ്വന്തം വീട്ടിൽ. രജനിയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. വാർത്തകൾ തുടരുന്നു. ഇന്നലെ അലിഗഡിനടുത്ത് വെച്ച് നടന്ന ബ്രഹ്മപുത്ര മെയിൽ തീവണ്ടി അപകടത്തിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ അലഹബാദിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പോകുന്ന വിവാഹ പാർട്ടിയിൽപ്പെട്ടവരുടെ സംഖ്യ 26 ഉയർന്നു. നവവരനും
ഡൽഹി ഡിഫൻസ് കോളനി നിവാസിയുമായ കമൽ സേട്ടിക്കും അതിദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ നവവധുവായ ശ്രീമതി രജനി ഒരു പോറൽ പോലും ഏൽക്കാതെ അത്യത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിവാഹിതയായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വിധവയാകേണ്ടി വന്ന ശ്രീമതി രജനി അച്ഛനമ്മമാരോടൊത്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ വിസമ്മതിക്കുകയും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുകയും ചെയ്തു. ഇന്നത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം ഇക്കാര്യം പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. രജനിയുടെ ഈ ധീരമായ തീരുമാനത്തെ മാധ്യമങ്ങളും പൊതുജനങ്ങളുമെല്ലാം വാഴ്ത്തുകയാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആ വണ്ടി അതെ ഇറങ്ങി അതെ ഇറങ്ങുന്നു. അതാന്നേ ആ വെള്ളസാരി കൊടുത്ത പെണ്ണില്ലേ? അയ്യോ കൊച്ചു പെണ്ണ്. ഷോ പാവം പെണ്ണ്. പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ അണിഞ്ഞ് കടന്നു വരേണ്ട പെണ്ണ് കയറി വരുന്നത് കണ്ടില്ലേ? വെള്ളസാരിയൊക്കെ കൊടുത്ത്. എന്റെ ദേവി, വല്ലാത്തൊരു വിധി. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരു വിധി കൊടുക്കരുതേ. ആ കുട്ടിയുടെ ഭാവി ഇനിയിപ്പോ ആവോ. എന്താവാൻ, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകും അച്ഛനമ്മമാരുടെ കൂടെ. വേറെ എന്ത് ചെയ്യാൻ? പിന്നല്ലാതെ അവളുടെ അച്ഛനമ്മമാരെത്തിയിട്ടുണ്ടെന്നാ കേട്ടത്. പോവില്ലാന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. പക്ഷെ അവര് പറഞ്ഞത്രേ മകള് തിരിച്ചു കൊണ്ടുപോകുന്നു. അല്ലാതെ എന്ത് ചെയ്യാനാ? ഇത് കുട്ടികളിയാ. അവരുടെ മകള്, അവർക്കുണ്ടാവില്ലേ ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ. ഈശ്വര, എന്നാലും വല്ലാത്തൊരു ശിക്ഷയാണ് ദൈവം സേട്ടിയുടെ വീട്ടുകാർക്ക് കൊടുത്തത്. വിധിന്ന് പറഞ്ഞാ പോരാ, വല്ലാത്തൊരു വിധി. ഇവർക്ക് മാത്രാണോ? ആ പെണ്ണിന്റെ കുടുംബത്തിനോ? ഇതാണ് പണ്ടുള്ളോല് പറയല്, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലാന്ന്. തലവിധി മാറ്റാ പോവില്ല കൂട്ടരെ. അതാ ശോഭ വരുന്നുണ്ട്. പാവം, കണ്ടില്ല അതിന്റെ ഒരു കോലം. എവിടെ എന്റെ അമ്മ? എവിടെ അമ്മ? എവിടെ അവള്? ആ ഒരുപെട്ടോള് അച്ഛന്റെ കാറിലായിരുന്നു. അതാ വല്യേട്ടന്റെ കൂടെ വരുന്നുണ്ട്. വാ രജനി, മോളെ നിമ്മി, മാമിയുടെ കൈ പിടിച്ചോ, സൂക്ഷിച്ച് നടക്ക്. മാമി വേണ്ട, ഞാൻ പിടിക്കാം. അമ്മ, അമ്മയുടെ പൊന്നുമോൻ, എന്റെ കൊച്ചേട്ടൻ. നിക്ക്, ഇവളെ ഈ വീട്ടിനകത്ത് കയറ്റാൻ പാടില്ല. അമ്മേ, ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒന്നിനെ കൊന്നു തിന്നില്ലേ രാക്ഷസി? ഇനി ആരെ കൊണ്ടുപോകാനാ? എന്റെ മോൻ. അങ്ങനെ പറയില്ല. സുഷമയുടെ കാലിയാണ് പാവം. വിടടി എന്റെ കാല്. പിശാചി, ഒരടിയനി മുന്നോട്ട് വെക്കരുത്. നിന്റെ തന്തയും തള്ള എത്തിയിട്ടുണ്ട്. അവരുടെ കൂടെ സ്ഥലം വിട്ടോണം ഈ നിമിഷം. അങ്ങനെ പറയല്ലേ അമ്മേ, ഞാനിനി എവിടെ പോവാനാ? അതൊന്നും എനിക്കറിയണ്ട. നിന്റെ തന്തയോട് ചോദിക്ക്. സുഷമ, നിർത്ത്. എന്താ ഇതൊക്കെ? ഒരാളും രജനിയോട് ഇനി ഒരക്ഷരം കൊണ്ടുപോകരുത്. അവളെ വേദനിപ്പിക്കരുത്, കേട്ടില്ലേ? എന്താ സങ്കടം? നിനക്ക് മാത്രമേ ഉള്ളൂ. അവളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. വിധി, ദൈവത്തിന്റെ തീരുമാനം. അതിന് ഈ പാവം കുട്ടി എന്ത് പിഴച്ചു? ഇവളും ഒരച്ഛന്റെ അമ്മയുടെയും സ്വത്തല്ലേ? അവര് താലോലിച്ച് വളർത്തിയ പൊന്മുത്തല്ലേ ഇവള്? പങ്കജ്, നീരജ, എന്താ അച്ഛാ? ആ, രജനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ മക്കളെ. വരൂ രജനി. നടക്കുമോളെ. അത് കലക്കി. മൂപ്പർക്ക് ഇത്ര ഒച്ചെടുക്കാനാവുന്ന ഇപ്പോഴാണ് കണ്ടത്. ബെസ്റ്റ്. ആയ്മനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതമ്മയാടോ സഹിക്കുക? മനസ്സിന്റെ സമനില തെറ്റിയാൽ ആരും അതൊക്കെ പറഞ്ഞു പോകും. അല്ല, അതും ശരിയാണ്. ആദ്യമായിട്ട് വീട്ടിൽ കയറി വരുന്നൊരു കല്യാണ പെണ്ണ്, നവവധു, വെള്ളസാരി എടുത്ത് സ്വർണ്ണം ഇടാതെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഈശ്വര, ഞാനും.
പങ്കജ് മോനെ, അസ്ഥി ഒഴുക്കാൻ നാളെ തന്നെ ഹരിദ്വാറിൽ പോണം. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. ശരി അച്ഛാ. എല്ലാവരോടുമായിട്ട് എനിക്ക് ചിലത് പറയാനുണ്ട്. അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. കുറെ കാര്യങ്ങൾ പേപ്പറിലും ടിവിയിലും റേഡിയോയിലും ഒക്കെ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും പറയാണ്, വണ്ടി നല്ല സ്പീഡിലായിരുന്നു. പെട്ടെന്നാണ് ഒരു ഭയങ്കര ശബ്ദവും ആകെ തകിടം മറിയലും. സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം കഴിഞ്ഞു. കൂരിട്ട് ചിരിച്ചു കളിച്ച് ഉറങ്ങാൻ കിടന്നവർ, സന്തോഷത്തോടെ വർത്താനം പറഞ്ഞിരുന്നവർ, ആരെങ്കിലും കരുതിയോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നു? അതാ പറഞ്ഞത്. ഒക്കെ മുകളിൽ ഒരാളിരുന്ന് നിയന്ത്രിക്കുന്നു. ആയുസ് തീർന്നവരെ അദ്ദേഹം തിരിച്ചു വിളിക്കുന്നു. അക്കൂട്ടത്തിൽ തനിക്ക് പ്രിയപ്പെട്ട ചിലരെയും. പലർക്കും പലതും നഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ മകൻ. പങ്കജിനും ശോഭയ്ക്കും അവരുടെ സഹോദരൻ. സങ്കടവും വ്യസനവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അത് കുറെ കാലം നീണ്ടു നിൽക്കും. പിന്നെ പതുക്കെ പതുക്കെ അതിന്റെ തീവ്രത കുറയും, മാഞ്ഞു പോകും. പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും രജനിയുടെ കാര്യം ചിന്തിച്ചു നോക്കിയോ? അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ഭർത്താവിനെ. മണിക്കൂറുകൾ മാത്രം നിലനിന്ന ഒരു ബന്ധം, തുടങ്ങുമ്പോഴേക്കും തകർന്നു പോയ ഒരു സ്വപ്നം. ജീവിതകാലം മുഴുവൻ അവളിനി തനിച്ചാണ്. നമ്മൾ ആര് വിചാരിച്ചാലും അവൾക്ക് അവളുടെ ജീവിതം ഇനി തിരിച്ചു കൊടുക്കാനാവില്ല. സുഷുമയുടെ സങ്കടവും വലുതാണ്. അവൾക്ക് അവളുടെ മകനല്ലേ നഷ്ടപ്പെട്ടത്. പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത്. രജനിക്ക് സംഭവിച്ചത് വളരെ വളരെ വലിയ നഷ്ടമാണ്. അവൾക്ക് വേണമെങ്കിൽ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ അവളത് ചെയ്തില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് കടന്നു വരാനുള്ള തീരുമാനമെടുത്തത്. മോളെ ശോഭേ, അച്ഛൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റായൊന്നും കരുതരുത്. നാളെ നിനക്കാണിതുപോലെ ഒരു വിധി വന്നിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം നീ കാണിക്കുവോ? ഞാനാണ് തെറ്റുകാരി. എനിക്ക് മാപ്പ് തരണം. അറിയാതെ അപ്പോഴത്തെ സങ്കടത്തിന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ പാവം കുട്ടിയെ വല്ലാതെ സങ്കടപ്പെടുത്തി. എവിടെ അവൾ? എനിക്കെന്നെ കുട്ടിയോട് മാപ്പ് പറയണം. എനിക്കും മാപ്പ് പറയണ ചേച്ചിയോട്. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചു. ആ പാവത്തിന്റെ സങ്കടം ഞാൻ കണ്ടില്ല. അവളെ കുറിച്ച് ചിന്തിച്ചില്ല. ബുദ്ധിയും ബോധവും നശിച്ചവളെ പോലെ പെരുമാറി എനിക്ക് മാപ്പ് തരണം. ശോഭ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ചെയ്യണത്തി അമ്മയെ. ചേച്ചി ചേച്ചി വാ വാ. മാമി ഇവിടെ ഇരുന്നോ എന്റെ അടുത്ത്. ചേച്ചി ഇവിടെ ഇരിക്കേ. രജനി മോളെ, ഞാൻ കാണിച്ച നെറികേടിന്
മോൾ എനിക്ക് മാപ്പ് തരണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. കാരണം അത്ര വലിയ തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. ഇന്ന് തൊട്ട് നീ ഈ വീട്ടിൽ എന്റെ മകളായിട്ട് തന്നെ കഴിയും, മരുമകളായിട്ടല്ല. ചേച്ചി, ചേച്ചി, എന്നോട് ചേച്ചി ക്ഷമിക്കണം. നിനക്ക് മാപ്പോ? എന്റെ കുഞ്ഞഞ്ചത്തിയല്ലേ ചേച്ചി. പങ്കജ്, എന്താ അച്ഛാ? എല്ലാരോടും പറഞ്ഞില്ലേ നാളത്തെ കാര്യം? ഹരിദ്വാറിൽ പോകുന്ന കാര്യമല്ലേ? പറഞ്ഞു. എത്ര പേരുണ്ടാവുമെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം വണ്ടികളെ ഏർപ്പാടാക്കാൻ. ഇനി നിങ്ങൾ അങ്ങോട്ട് മാറിക്കോളൂ. ഇനി നിങ്ങളെല്ലാവരും ഇരുന്നോളൂ. എവിടെ അസ്ഥി? ഇനി ആ കുടത്തിൻ്റെ വായ കെട്ടിയ പട്ട അങ്ങോട്ട് അഴിച്ചോളൂ. ഇനി കുടം ആ മണലിൽ നേരെ വെക്കുക. ഇനി നമ്മൾ കുടത്തിലേക്കാണ് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് നീങ്ങിയിരുന്നോളൂ. ശരി. പരേതാത്മാവിൻ്റെ പേരും നാളും ഒക്കെ മനസ്സിൽ നന്നായിട്ട് സങ്കല്പിക്കണം. ഇനി ആ കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കൈ സുഷമ ചേച്ചി, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? വന്നിട്ട് കുറേ ദിവസമായി. ഞങ്ങൾ ഇനി തിരിച്ചു പോയിക്കോട്ടെ. പെട്ടെന്ന് പോണോ? കുറച്ച് ദിവസം കൂടി നിന്നാൽ രജനിക്ക് അതൊരു സഹായമാവും. അവളുടെ മനസ്സൊന്ന് തണുക്കും. എന്നായാലും തിരിച്ചു പോകേണ്ടതല്ലേ? അവിടുത്തെ കാര്യങ്ങളൊക്കെ താളം തെറ്റിക്കിടക്കുക. പിന്നെ സ്വന്തക്കാരും ബന്ധുക്കളും, അവരോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ? അതൊക്കെ ശരിയാണ്. എന്നാലും അവൾക്കൊരു സഹായത്തിന് ഇവളെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക. രജനിയെയോ? എന്തേ? അമ്മേ, അച്ഛാ, ഇല്ല, ഞാൻ വരില്ല. ഞാൻ പറയട്ടെ മോളെ, എന്താന്ന് വെച്ചാ. വേണ്ട അമ്മയൊന്നും പറയണ്ട, ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞു പോയ പെണ്ണിനെയും ചെക്കനെയും പെണ്ണിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. മധുരം കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ്. അത് നടത്തേണ്ട ആള് എന്റെ കൂടെ ഇല്ല മോളെ. പിന്നെ എങ്ങനെ ഞാൻ വരും അമ്മേ? ഇല്ലമ്മേ, ഈ വീട്ടിൽ നിന്ന് ഇനി പോകുന്നത് മരിച്ചു കഴിഞ്ഞ് ചിതയിലേക്ക് എടുക്കുമ്പോ. അമ്മ എന്നെ ശപിക്കരുത് മോളെ. അച്ഛനും അമ്മയും എനിക്ക് മാപ്പ് തരണം. അവിടെ നാട്ടില് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം എല്ലാരെയും. എന്റെ തീരുമാനം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. എല്ലാം എന്നെ ഇഷ്ടം. സുഷമ ചേച്ചി, എന്റെ മോളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കണം. എന്നാലും സമ്മതിക്കണ ആ പെൺകുട്ടിയെ. ആരാ ചേച്ചി? നമ്മുടെ സുഷമയുടെ മരുമോളെ എന്താ ഒരു തന്റെ ഇടം.
നല്ല കഴിവും നല്ല ബുദ്ധിയും നല്ല സാമർഥ്യവും. ശരി ചേച്ചി, സമ്മതിക്കണം. സുഷമേനെ ശോഭേനെയൊക്കെ പറ്റി പറയുമ്പം 4 നാക്കാ പെണ്ണിന്. അത്ര സ്നേഹ. മൊത്തം കുടുംബം തന്നെ ഇപ്പം അവളാ നിയന്ത്രണം. ആരും അവളോട് എതിർത്ത ഒരക്ഷരം പറയില്ല. ആർക്കും പരാതി പറയാൻ അവളോട്ട് അവസരവും ഉണ്ടാക്കില്ല. ശരി തന്നെയാ. ഭർത്താവ് മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞില്ലേ? ജീവിതത്തിൽ എന്ത് സുഖം അതിന് കിട്ടിയത്. പാവം സുന്ദരി കുട്ടി ഇപ്പോ ഈശ്വരഭജനവുമായി ഒരു സന്യാസിനിയെ പോലെ ജീവിക്കുക. ശരിയാ. അമ്മായിയമ്മയും അച്ഛനും ആണെങ്കിലോ സ്വന്തം മോളെ പോലെ അവളെ നോക്കുന്നത്. അവക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ അവര് സമ്മതിക്കില്ല. പങ്കജിന്റെ 2 കുട്ടികൾക്കും എന്തിനും മാമി മതി. ശരിയത്. മാമി മാമിയെന്നും വിളിച്ച് എപ്പോഴും പിന്നാലെ നടക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. എന്നാലോ ലോക വിവരങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ജോലി അറിയാം. ചെയ്യാനൊട്ട് മടിയില്ല. മിടുക്കി. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളെ കണ്ണി കാണാൻ കിട്ടില്ല. ശോഭ നാള് പറയാ ഇപ്പൊ അവള് ഏട്ടനെയും അച്ഛനെയും ഒക്കെ ബിസിനസ് കാര്യങ്ങൾ വരെ സഹായിക്കുന്നുണ്ടത്രേ. ഇങ്ങക്ക് കേക്കണോ? 6 മാസം കഴിഞ്ഞ ശോഭയുടെ കല്യാണ. ഞാൻ പറയണത് അവൾക്കും കൂടി ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് പറഞ്ഞു വിടണോന്നാ. അത് ശരിയാ. പാവം അതിനു വേണ്ടേ ഒരു ജീവിതം. അല്ലാതെ അത് തീരുമാനിക്കേണ്ട നമ്മളല്ലല്ലോ. എന്നാലേ നമുക്കേ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണത്തിന്റെ കാര്യം ചിന്തിക്കാം. ചപ്പാത്തി വേണോ അതോ കഞ്ഞി വേണോന്ന്. എന്താ കൂട്ടരെ? ഇങ്ങനെ നമ്മള് കണ്ടോരെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ കാര്യം ആലോചിക്കാം. ശരി തന്നെ. എനിക്കറിയാമടി, ഒക്കെ നടക്കും. പേടിക്കണ്ട കേട്ടോ. ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ. പോരെ? ഇട്ട് നോക്കിക്കേ. ഇങ്ങനെ ഒരു ചേച്ചി ഉള്ളിടത്തോളം കാലം ഞാൻ എന്തിനാ പേടിക്കുന്നേ? ചേച്ചിക്ക് സോപ്പിട്ടോ കള്ളത്തി പാറും. ഒരു ചെരുപ്പ് മാറിപ്പോയാലോ. പപ്പടം വലിയ പപ്പടം, നിങ്ങളെ നാട്ടിൽ വലിയ പപ്പടം നമ്മൾ ഏടെയും വാ മോളെ. ലൈറ്റ് ഏട വന്നാലും ഒരു ചെരുപ്പ് ഒക്കെ എടുത്തോണ്ട് പോവേ. ഉടച്ചോ നിങ്ങൾ നോക്കി മോളെ എന്റെ ചെരുപ്പ് കണ്ടുക. എന്താ ഇത്ര താമസം? അവരൊക്കെ കാത്തു നിൽക്കുന്നു മോളെ. ഇറങ്ങ്. ഒരു മിനിറ്റ് ദാ വരുന്നു. ചേച്ചി, ചേച്ചി എന്നെ അനുഗ്രഹിക്കണം. അയ്യേ, എന്താ അത് ശോഭേ? എന്റെ കാലിലെന്തിനാ പിടിക്കണേ? എണീക്ക്. അയ്യേ, എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഇല്ലേ? നന്നായി വരും. ഈ പാവം ചേച്ചി മറക്കാതിരുന്നാ മതി. ഇല്ല ചേച്ചി, മറക്കില്ല. ചേച്ചി എനിക്ക് മറക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല.
അയ്യേ, കണ്ണു തുടക്കി ശോഭ. ചേച്ചിയുടെ കുട്ടിയല്ലേ, കരയല്ലേ? ചേച്ചിയോട് എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർക്കും. ഞാനും മറക്കില്ല ശോഭ, എന്റെ പൊന്നനീതി. ചെല്ല്, ഈശ്വരൻ നിനക്ക് നല്ലതേ വരുത്തും. ഉമ്മ ഉമ്മ നടക്കുമോളെ. അമ്മ ആ, വാ മോളെ, ഇരിക്ക്. എന്താച്ചാ, എന്തിനാ വിളിച്ചേ? എന്താ അമ്മേ? പറയുന്നേ. നീ പറയ്. എന്താ അമ്മേ പറയൂ. അതെ, എന്താച്ചാ ഇപ്പൊ ശോഭയുടെയും കല്യാണം കഴിഞ്ഞല്ലോ. ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നേ. എന്ത്? അതായത് പങ്കജും നീരജയും പറഞ്ഞ് ചില കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചപ്പം. എന്താ അമ്മേ പറയൂ. ഞാൻ പറയാം. അതായത് ഞങ്ങൾ നിന്റെ അച്ഛനോടും പറഞ്ഞിരുന്നു, അല്ല അഭിപ്രായം ചോദിച്ചിരുന്നു. അവർക്കും സമ്മതം. എന്താ എന്താ അമ്മേ? ഞങ്ങളൊക്കെ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മോളെ. എന്ത് കാര്യ? നിന്റെ വിവാഹം. ജീവിതകാലം മുഴുവൻ ബാക്കി കിടക്കാണ്. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര കാലം എന്ന് പറഞ്ഞാ? അച്ഛാ, അമ്മേ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതായിരിക്കുമെന്ന്. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇനി പുറത്തു പോകുന്നത് കുറെ ആളുകൾ ചുമന്നായിരിക്കും മോളെ, ചുടലയിലേക്ക്. അയ്യോ, ആ തീരുമാനത്തിന് ഇനി മാറ്റില്ല. ദയവ് ചെയ്ത് എന്നോട് ഒരിക്കലും ഇനി ഈ കാര്യം പറയരുത്. എന്നോടൊരല്പം സ്നേഹം ഉണ്ടെങ്കിൽ. ശരി മോളെ. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ പപ്പയും മമ്മിയും ഒരു കാര്യം വ്യക്തമായി കേട്ടോളൂ. ഞാനെന്നല്ല, ഈ വീട്ടിലെ ഒരാളും മാമിയുടെ വാക്കിന് വില കൽപ്പിക്കാതിരുന്നിട്ടില്ല ഒരിക്കലും. പക്ഷേ ഈ ഒരൊറ്റ കാര്യം, അത് മാത്രം എന്റെ ഈ ജന്മത്ത് നടക്കില്ല. ഇതെന്തൊരു തീരുമാനമാണ് നിന്റെ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് നിന്റെ ഭാവം? ഞാൻ എന്റെ മാമിയുടെ കൂടെ താമസിക്കും. കല്യാണക്കാര്യത്തിൽ ആരും എന്നെ നിർബന്ധിക്കും വേണ്ട. ഞാൻ സമ്മതിക്കില്ല. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് മാപ്പ് തരണം, മാമി ഉൾപ്പെടെ. മാമിയോടും ഞാൻ അനുസരണക്കേടാണ് കാട്ടിയത്. എടി പൊട്ടി പെണ്ണേ, നിന്നെ ഞാൻ എന്റെ കൂടെ താമസിപ്പിച്ചില്ലെങ്കിലോ? മാമി എന്നെ കൂടെ താമസിപ്പിച്ചാലും ഇല്ലെങ്കിലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? ഞാൻ മാമിയുടെ കൂടെ തന്നെ കഴിയുന്നു. അതിന് എനിക്ക് എന്തിനാ മാമി ഒരു സമ്മതപത്രം? ഒന്ന് കാണട്ടെ മാമി എങ്ങനെയാ എന്നെ ഓടിച്ചു വിടുന്നതെന്ന്.
എന്റെ പൊന്നു മോളെ, മാമിക്ക് അതിന് കഴിയും. മാമി തോറ്റേ. അയ്യോ വയ്യ. ഏട്ടാ, ഇന്നെന്നെ കാണാൻ എങ്ങനെയുണ്ട്? അത്ര ഭംഗി തോന്നുന്നുണ്ടോ? ദേഹമൊക്കെ ചുളിഞ്ഞ് മുടിയൊക്കെ നരച്ച് കഴിഞ്ഞ 50 കൊല്ലായി സിന്ദൂരം തൊടാറില്ല. പക്ഷേ ഇത്രയും കാലം ഞാൻ എൻ്റെ ഏട്ടനെ കൊണ്ടു നടന്നു. ഓരോ ശ്വാസത്തിലും ഞാൻ എൻ്റെ ഏട്ടനെ ഓർമ്മിച്ചു. പിന്നെ എന്റെ സിന്ദൂരക്കുറി, അതല്പനേരം അണിഞ്ഞാലും ജീവിതകാലം മുഴുവൻ അണിഞ്ഞാലും ഏട്ടൻ ചാർത്തിയതല്ലേ. എനിക്കത് മതി. മിസ്റ്റർ കമൽ സേഠി, എനിക്ക് വയ്യ. ഏട്ടന്റെ രചനയ്ക്ക് വയസ്സായി. മതി, ഇനി എന്നെ കൊണ്ടുപോകും. എന്നെ അങ്ങോട്ടേക്കൊന്ന് വിളിക്കൂ. ഞാനും വന്നോട്ടെ ഏട്ടന്റെ അടുത്തേക്ക്. ഏട്ടാ, ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരൂ. വെള്ളം കൊണ്ടുവരൂ. മാമി, മാമി കണ്ണു തുറക്ക്. അയ്യോ മമ്മി, പപ്പ, ഒരു ആംബുലൻസ് അയക്കാൻ പറയൂ. ഒരു ആംബുലൻസ് അയക്കാൻ പറയൂ. ഒരു ഡോക്ടറെയും വേഗം. രജനി, രജനി, എന്തിനാ ഇങ്ങനെ ബഹളം കൂട്ടണത്? എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. സമയം ഇപ്പൊ എത്രയായി? സന്ധ്യയായി. 6 മണി കഴിഞ്ഞു തോന്നുന്നു. നിമ്മിയെ, മാമിയുടെ അലമാരിയിലൊരു ചുവന്ന പെട്ടിയുണ്ട്. മോളിലെ തട്ടിലുണ്ടാവും. ഒന്ന് എടുത്തോണ്ട് വാ. മാമി, രജനി, തുറക്ക്. ഇങ്ങ് അടുത്തേക്ക് കൊണ്ടുവാ. നോക്കട്ടെ, നോക്കട്ടെ. കിട്ടി, കിട്ടി. ഇത് മാമിന്റെ ഫോട്ടോയല്ലേ പപ്പ? നോക്കൂ. കമലിന്റെ ഫോട്ടോ. ജീവിതത്തില് 2ാമത്തെ തവണയാ ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. 50 വർഷം ഞാൻ കാത്തിരുന്നില്ലേ? നീണ്ട കാലാവധിയല്ലേ? എന്നോട് ക്ഷമിക്കില്ലേ? മതി. ഇനി ഞാൻ വരുമോ ഏട്ടന്റെ അടുത്തേക്ക്? നെറ്റിയില് സിന്ദൂരം ചേർത്ത നിറം മങ്ങിയ സിന്ദൂരം ഇനി വേണ്ട. എനിക്ക് വേറെ അണിയിച്ചു തരില്ല ഏട്ടാ. ഏട്ടന്റെ കൈ കൊണ്ട്. രജനി, ഡോക്ടർ വന്നില്ലേ? രജനി, ഏട്ടന്റെ രജനി, അയ്യോ രജനി, 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 രജനി. മാഞ്ഞുപോയ സിന്ദൂരം നാടകം